മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ UTS എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ UTS എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളിൽ പലരും ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും UTS എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും UTS എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവരായി ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ്. അപ്പോൾ അവരൊക്കെ വല്ല കാലത്തും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മുതിർന്നവർക്ക് മീൻസ് എനിക്കറിയാം യൂത്തിന് ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ മുതിർന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തന രീതികളും അറിയത്തുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള മുതിർന്നവർക്ക് ഇത് പഠിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ കൂടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഈ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നതാണ് വളരെ ലോങ് ക്യൂ. അപ്പോൾ ലോങ് ക്യൂ നിന്നിട്ടുള്ള നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനാണ് പ്രധാനമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് റിസർവ് ടിക്കറ്റുകൾ എടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അൺറിസർവ്ഡ് ടിക്കറ്റുകളാണ് നമ്മൾ UPS ആപ്ലിക്കേഷൻ ത്രൂ എടുക്കുന്നത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സർചാർജുകളൊന്നും ഇതിന് ബാധകമല്ല. എത്രയാണോ ടിക്കറ്റ് പ്രൈസ് അതായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട തുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോറിൽ UTS എന്ന് സെർച്ച് ചെയ്യുക. UTS എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് UTS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ലോഗിൻ എന്ന ഭാഗത്തേക്ക് പോവുക. റൈറ്റ് സൈഡിൽ മുകളിൽ കാണാം. അപ്പോൾ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് രജിസ്റ്റർ എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, പാസ്വേഡ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ചേർത്ത ശേഷം രജിസ്റ്റർ എന്ന താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ID ഇവിടെ രജിസ്റ്റർ ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പഴയ ഇൻ്റർഫേസിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ ഇവിടെ നോർമൽ ബുക്കിംഗ് എന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഫസ്റ്റിലത്തെ ഓപ്ഷൻ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് ഡിപ്പാർട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഡിപ്പാർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട് സ്റ്റേഷൻ ഇവിടെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ എറണാകുളമാണ് കൊടുക്കുന്നത്. അപ്പോൾ എറണാകുളം കൊടുത്തതിന് ശേഷം ഗോയിങ് ടു തിരഞ്ഞെടുത്ത് ഗോയിങ് ടു കണ്ണൂർ എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ എന്നുള്ളത് ഓപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള ട്രെയിൻ ഏതാണെന്ന് ഇവിടെ നമുക്ക് ഷോ ചെയ്യും. അതിനുശേഷം നമ്മൾ ഗെറ്റ് ഫെയറിലേക്ക് പോവുക. അപ്പോൾ ഗെറ്റ് ഫെയറിൽ ഞാൻ ഇവിടെ അഡൾട്ട് 1 എന്നുള്ളത് ഇപ്പം നമുക്ക് റേറ്റ് കാണിക്കുന്നുണ്ട് 105 രൂപ. ഞാനിവിടെ 2 കൊടുത്തു, അപ്പോൾ 210 അപ്പോൾ നമുക്ക് ഇവിടെയാണ് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ പേയ്മെൻറ്റ് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബുക്ക് ടിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. പാസ്വേഡ് OTP, ഒന്നുകിൽ നമ്മൾ പാസ്വേഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ OTP ചൂസ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു OTP ലഭിക്കും. ആ ഒരു OTP നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബുക്കിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ താഴെ കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതർ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നമുക്ക് കയറി നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, അല്ലെങ്കിൽ നമ്മൾ കാർഡ് പേ ആണെങ്കിൽ കാർഡ് പേ, അത് നമുക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഫെസിലിറ്റി ലഭിക്കുന്നതായിരിക്കില്ല. റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുറച്ച് ദൂരെ നിന്ന് നമുക്ക് ഇത് ആക്സസബിൾ ആണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം വരുന്ന 4 മണിക്കൂറിനുള്ളിൽ വരുന്ന ഏത് ട്രെയിനുകളിലും യാത്രാ സൗകര്യം ലഭ്യമായിരിക്കും. അതിനുശേഷം വരുന്ന യാത്രകൾ നിയമപരമായി തെറ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.